ഹൗ ജോഗ്രഫി ഷേപ്സ് ലൈഫ് സ്റ്റൈൽ. നമ്മളറിയാം, നമ്മൾ ഭൂമിശാസ്ത്രം പഠിക്കുന്ന മക്കളാണ് അല്ലേ. നമ്മളെല്ലാവരും ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ പഠിച്ചവരും ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ജോഗ്രഫിയിൽ എന്തൊക്കെയാണ് പഠിക്കാറുള്ളത്? ദെൻ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നു, ലെയേഴ്സിനെ പഠിക്കുന്നു, ദെൻ നമ്മുടെ എർത്ത് ഇൻറ്റീരിയറിനെ കുറിച്ച് പഠിക്കുന്നു, ദെൻ ലാൻഡ് ഫോംസുകൾ അല്ലേ, മൗണ്ടെയിൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, ഡെസേർട്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിനിടെ നമുക്കറിയാം ഹ്യൂമൻസ് അല്ലേ, നമ്മുടെ മനുഷ്യ ജീവിതം, ഹ്യൂമൻസ്, പ്രകൃതി, നമ്മുടെ കാലാവസ്ഥ, എല്ലാ കാര്യങ്ങളെയും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം ജോഗ്രഫിയും ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ഹ്യൂമനും തമ്മിൽ വളരെ അടുത്ത ബന്ധം നമുക്ക് കാണാൻ പറ്റും. ദെൻ മാത്രമല്ല, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നവയായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നമ്മൾ അംഗങ്ങളായിരിക്കാം അല്ലേ. പല രീതിയിൽ നമ്മളത് സ്വാധീനിക്കാറുണ്ട്. ദെൻ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ലൈഫും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഇന്ത്യൻ ക്ലൈമറ്റ് എടുത്ത് നോക്കാം അല്ലേ. ഇന്ത്യൻ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ക്ലൈമറ്റുകളാണ് അനുഭവപ്പെടാറുള്ളത്. ഇന്ത്യൻ ക്ലൈമറ്റും ഹ്യൂമൻ ലൈഫും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് നിലനിൽക്കുന്നത്. കാരണം ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് മനുഷ്യൻ്റെ ജീവിത രീതിയാണെങ്കിലും അവൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ് ആണെങ്കിലും വസ്ത്രധാരണ രീതിയാണെങ്കിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ അസം സ്റ്റേറ്റ് അറിയാലോ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് അസം. അസം എന്ന് പറയുമ്പോൾ ദെൻ മൗണ്ടെയിൻസ് ഒക്കെ ഉള്ള റീജണാണ്, നല്ല മഴ ലഭിക്കുന്ന പ്രദേശമാണ്. നമ്മുടെ ബ്രഹ്മപുത്ര റിവറൊക്കെ നമുക്ക് ഒഴുകുന്നത് ആ ഒരു ഭാഗത്തിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, തൂണുകൾക്ക് മുകളിലാണ് അവിടുത്തെ വീടുകൾ കാണാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം വീടുകൾ ഈ മരം പോലെയുള്ള തൂണുകളുടെ മുകളിൽ അവർ പണിയുന്നുണ്ടാവുക? എന്തായിരിക്കും? യെസ്, വേറെ ഒന്നുമല്ല, അവിടുത്തെ മഴ കൂടുന്ന സമയത്ത് അല്ലേ, നദി ഗതി മാറി ഒഴുകി ദെൻ അവിടെ വെള്ളമെല്ലാം നിറഞ്ഞ് ആ വെള്ളത്തിൽ നിന്നും വീടുകൾക്കും മനുഷ്യർക്കും സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടാണ് വീടുകൾ ഇതുപോലെ ചെറിയ ചെറിയ തൂണിൻ്റെ മുകളിലായിട്ട് നിർമ്മിക്കുന്നത്. ദെൻ മറ്റൊരു സ്റ്റേറ്റ് ആണ് നമ്മുടെ ഹിമാചൽ പ്രദേശ്. അറിയാലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ദെൻ നമുക്ക് ഒരുപാട് കുളുമണാലി ഒക്കെ പോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഹിമാചൽ പ്രദേശ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ എന്താണ്, നല്ല തണുപ്പുള്ള പ്രദേശമാണ്, പർവ്വത മേഖലയാണ്. ദെൻ വിൻ്റർ സീസൺ ആകുമ്പോൾ നല്ല രീതിയിലുള്ള മഞ്ഞ് അല്ലെ, സ്നോ ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ ഒരു വീടിൻ്റെ ഒരു ഹോം സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് അവിടുത്തെ മേൽക്കുരകൾ എങ്ങനെയാണ്? ചെരിഞ്ഞിട്ടാണ് ഒട്ടുമിക്ക വീടുകളുടെയും മേൽക്കുരകൾ നിർമ്മിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? ഇത്രയേ ഉള്ളൂ. ഈ നല്ല സ്നോ, നമ്മുടെ മഞ്ഞ് വീഴുന്ന സമയത്ത് ഈ മഞ്ഞെല്ലാം വീടിൻ്റെ മേൽക്കുരയുടെ മുകളിൽ തങ്ങി നിൽക്കാതെ അല്ലെ, പെട്ടെന്ന് താഴോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഒട്ടുമിക്ക വീടുകളുടെയും മേൽക്കുരകൾ ഇതുപോലെ ചെരിഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്നത്. നമുക്ക് ഇപ്പോൾ മഞ്ഞിങ്ങനെ എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യന് മാത്രമല്ല, ആ വീടിൻ്റെ ഒരു നാശത്തിന് വരെ അത് കാരണമാവാറുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അറിയാലോ, നോർത്ത് വെസ്റ്റേൺ സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ഡെസേർട്ട് ഏരിയ ആണ്, മരുപ്രദേശമാണ്, സ്വാഭാവികമായിട്ടും അല്ലെ ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള പ്രദേശമാണ്. മഴ വളരെ കുറവായിരിക്കും ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു ഹോം സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അല്ലെ, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ആ ചൂടിൽ നിന്നും സംരക്ഷണം നേടാൻ പറ്റിയ വീടുകളാണ് അവ അല്ലെ, മണ്ണ് കൊണ്ടൊക്കെയുള്ള നിർമ്മിച്ച വീടുകൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ മേൽക്കുര എങ്ങനെയായിരിക്കും അല്ലെ, പരന്ന രീതിയിലാണ് അവർ മേൽക്കുര പണിയുന്നത്. അപ്പോൾ ഈ പരന്നതിലെ ഓരോന്ന് ഷേപ്പ് ഉണ്ടല്ലോ, പരന്ന രീതിയിൽ പണിയുന്നുണ്ടെങ്കിൽ എന്താവും കാരണം? പകല് നല്ല ചൂടാണ്, ആ ചൂടിൽ നിന്നും ഒരു രാത്രിയാകുന്ന സമയത്ത് നല്ല തണുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ
തണുപ്പ് നമുക്കൊന്ന് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ രാത്രി ഉറങ്ങാനൊക്കെ ഈ മുകൾ ഭാഗ ടെറസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അത് ക്ലൈമറ്റുമായിട്ട് അല്ലേ, ആ സ്റ്റേറ്റിലുള്ള ക്ലൈമറ്റ് എന്താണോ ആ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ആളുകൾ പഠിക്കുന്നുണ്ട്. കാരണം ക്ലൈമറ്റിന് നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ, ആ ജോഗ്രഫിക്കൽ ഫീച്ചർ നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിനൊത്ത് മനുഷ്യൻ അവിടെ മാറുക എന്നാണ് നമുക്കവിടെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഫുഡ് ഹാബിറ്റ് നോക്കൂ നിങ്ങൾ അല്ലേ, ഭക്ഷണ രീതി ആയാലും എന്താണ്, ഇപ്പോൾ തണുപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ നമുക്ക് നല്ല ഊർജ്ജം വേണം അല്ലേ, നല്ല രീതിയിൽ നടക്കാനും ഒക്കെ നമുക്ക് ഊർജ്ജം ലഭിക്കാൻ പറ്റിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അവിടെ കുക്ക് ചെയ്യാറുള്ളൂ. അതുപോലെ അവിടുത്തെ വസ്ത്രധാരണ രീതി നോക്കുമ്പോൾ ആ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമ്മൾ കമ്പിളി പോലെയുള്ള കട്ടിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാറുണ്ട്. നേരെ മറിച്ച് ഡെസേർട്ട് ഏരിയാസിലാണെങ്കിൽ, രാജസ്ഥാൻ പോലെയുള്ള ചൂടുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ആ ചൂടിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ നമ്മൾ എന്ത് ചെയ്യും, നല്ല കട്ടിയുള്ള വസ്ത്രം ധരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതവിടെ നേരിയ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാറുള്ളത്. ഫുഡ് ആണെങ്കിലും മാക്സിമം ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളം അല്ലേ, കേരളവും തമിഴ്നാടും നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ വീടിൻ്റെ സ്ട്രക്ചറിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മനുഷ്യ ജീവിതത്തിൽ വളരെ രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ട്.